ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂക്കാലം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അഞ്ജലി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രഭയുടെയും അരവിന്ദിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സ്പ്രേ ആണെങ്കിലോ അവളവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ പ്രഭയെയും അതുപോലെ തന്നെ അരവിന്ദനെയും ഉണർത്തുന്നുണ്ട്. എന്നിട്ട് എന്തിനാണ് നീ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് എന്നെ ഉണർത്താനായിട്ട് നിൽക്കുന്നത് എന്ന് അഞ്ജലിയോട് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, സമയം 7 മണി, ഇങ്ങനെ ബോധം കെട്ട് ഉറങ്ങേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് എഴുന്നേക്ക് എന്ന് പറയുന്നു. അപ്പോൾ പ്രഭ പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാണ്, എപ്പോൾ വേണമെങ്കിലും എനിക്ക് എണീക്കാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, എന്തായാലും നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിയതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതെന്താണ്? അപ്പോൾ പറയുന്നുണ്ട്, ഈ സ്പ്രേ ഉപയോഗിച്ചാണ് ഞാനും മനുവും എന്നും ഒരുപാട് നേരം ഉറങ്ങുന്നത്. അതിന് നിങ്ങളാണ് കാരണം, നിങ്ങളാണ് ഇത് ചെയ്തു വെക്കുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളുടെ റൂമിൽ വന്നിട്ട് ഞാനാണ് ചെയ്തു വെച്ചതെന്നൊക്കെ അഞ്ജലി പ്രഭയോട് പറയുന്നുണ്ട് കേട്ടോ. പ്രഭയ്ക്ക് ഞെട്ടിധരിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ മനു അതെല്ലാം തന്നെ അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാ പ്ലാനും നടക്കാനായിട്ട് പോകുന്നില്ല. ഞാനും മനു ഒന്നായിട്ട് തന്നെ ജീവിക്കും. ഞങ്ങളുടെ മക്കൾ ഈ മുറ്റത്തു കൂടെ ഓടി നടക്കും. നിങ്ങളെ ആൻറ്റി എന്നും വിളിക്കും. കണ്ടോ, നിങ്ങളിതൊക്കെ കാണാനായിട്ട് പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. വെള്ളച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട, ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജലിയുടെ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ മനു ഇതെല്ലാം കേൾക്കുമ്പോൾ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അഞ്ജലി ഈ പറയുന്നത്? നമ്മുടെ മക്കൾ ഇതിൽ ഓടിക്കളിക്കുമെന്നൊക്കെ, നമ്മൾ ഒന്നായി ജീവിക്കുമെന്നൊക്കെ എന്തിനാണ് ചേച്ചിയോട് പറഞ്ഞത്? ചേച്ചിയുടെ സ്വഭാവം മനുവിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട്. ചിലപ്പോൾ എന്നോടുള്ള കുശുമ്പ് കാരണമായിരിക്കും. പക്ഷേ എന്തായാലും മനുവിനോട് എല്ലാം തന്നെ അഞ്ജലി തുറന്ന് പറയുന്നില്ല. കാരണം മനുവിനത് താങ്ങാനായിട്ട് പറ്റില്ല എന്നുള്ളത് അഞ്ജലിക്ക് മനസ്സിലാവുകട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പിന്നീട് കാണിക്കുന്നത് ചിത്രയും അതുപോലെ തന്നെ വേണുവിനെയാണ്. ചിത്ര പാട്ട് പാടുമ്പോൾ വേണു പഞ്ഞിയെടുത്ത് ചെവിയിൽ വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. മൂളിപ്പാട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നീട് അവിടുന്ന് നമ്മുടെ മനുവും അതുപോലെ തന്നെ അഞ്ജലിയും വരുന്നുണ്ട്. എങ്ങോട്ടോയുള്ള യാത്രയാണെന്ന് തോന്നുന്നു എന്ന രീതിയിൽ മനുവിനോട് വേണു ചോദിക്കുന്നു. ഒരു കാര്യമുണ്ട്, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാച്ചാ. വേറൊന്നുമല്ല, അഞ്ജലിയുടെ ഫോൺ റിപ്പയറിങ് കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ച് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ജലിയുടെ കൂടെ ഞാനും പോവാം എന്ന് വിചാരിച്ചു. പിന്നെ നീയല്ലേ പോകേണ്ടത്, നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കാറിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ചാവി എവിടെ അച്ഛാന്ന് പറയുമ്പോഴത്തേനും ജാനി എന്തായാലും കാറിൽ പോയാൽ ശരിയാവില്ല, ഇവർ ബൈക്കിൽ തന്നെ പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് കാറിൻ്റെ ചാവി എടുത്ത് മാറ്റുകട്ടോ ചെയ്യുന്നത്. എന്നിട്ട് തിരഞ്ഞു നോക്കുമ്പോൾ ചാവി കാണുന്നില്ല. എവിടെ ചാവി? അത് ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നു. എന്തിനാ കാറിലൊക്കെ പോകുന്നത്? എന്തായാലും ബൈക്കിൽ പോയാൽ മതി, 2 പേരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ജാനി ചാവി എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് ജാനിയോട് പറയുന്നുണ്ട്, ജാനിക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണം, എനിക്കൊന്നും കൊണ്ടുവരണ്ട എന്ന് പറയുന്നു. അങ്ങനെ അവർ പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. ഒന്ന് ചേർന്നിരിക്കുമോളെ എന്ന രീതിയിൽ ജാനി പറയുന്നു. അങ്ങനെ 2 പേരും കൂടി ബൈക്കിൽ കയറിയിട്ട് പോകുമ്പോഴത്തേനും ചിത്ര പറയുന്നുണ്ട്, എന്നാലും അമ്മേ ആ ചാവി എവിടെയാണെന്ന് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ, ചാവി എവിടെയും പോയിട്ടില്ലടാ, ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചാവി കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. പിന്നീട് സ്നേഹ ചിത്രയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, കുറേ നേരമായിട്ട് ആരോ വിളിക്കുന്നുണ്ട്, ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാറി നിന്ന് സ്നേഹയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. എന്നിട്ട് സ്നേഹയോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് വരിക എന്ന രീതിയിൽ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ സ്നേഹയും അതുപോലെ തന്നെ ചിത്രയും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാനായിട്ട് പോകുന്നു കേട്ടോ. ചിത്ര ആരും കാണാതെ തന്നെ കാറിൽ സ്നേഹയെ കാണാനായിട്ട് പോകുന്നു. പിന്നീട് മനുവിനെയും അതുപോലെ തന്നെ അഞ്ജലിയും കാണിക്കുന്നത്. മനുവും അഞ്ജലിയും പോകുന്ന സമയത്ത് തന്നെ മനുവിന് സ്നേഹയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരികയാണ്. സ്നേഹമൊത്തുള്ള ബൈക്ക് യാത്രയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം തന്നെ ഒരു വണ്ടി, ആ ഓർമ്മയിൽ തന്നെ ഒരു വണ്ടി ഇടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ സ്നേഹയും അഞ്ജലിയും അതുപോലെ തന്നെ മനുവും അവിടെ വീഴാണ്. അതിനുശേഷം തന്നെ അവർ അഞ്ജലി മനുവിൻ്റെ പുറത്തേക്ക് വീഴുന്നു. അപ്പോഴത്തേനും മനുവിന് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവർ എണീക്കുകയാണ്. അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, അഞ്ജലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുന്നു. അങ്ങനെ ആ ലോറി ഡ്രൈവർ പറയുന്നുണ്ട്, എന്താ സ്വപ്നം കണ്ട് വണ്ടി ഓടിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ തന്നെ മനുവിനോട് തിരിച്ച് അഞ്ജലിയും ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും മനുവിന് പറ്റുമോ? ഇല്ല അഞ്ജലി, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ, ഹോസ്പിറ്റലൊന്നും പോകണ്ട മനു, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ യാത്ര തുടരുന്നു. അങ്ങനെ ഫോൺ കടയിലെത്തിയതിന് ശേഷം തന്നെ മനു പറയുന്നു, ഞാനൊന്ന് പെട്രോൾ അടിച്ചിട്ട് വരാം, അഞ്ജലി പോയിട്ട് ഫോൺ വാങ്ങിച്ചോളൂ എന്ന് പറയുന്നു. പൈസ വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും വേണ്ട, എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ഫോൺ വാങ്ങിക്കുമ്പോഴത്തേനും, മാഡം ഇതിലേക്ക് ഒരുപാട് മിസ് കോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് അതെല്ലാം സൂര്യയുടെ കോളായിരുന്നു. ഫോൺ ഓണാക്കിയ ഉടനെ തന്നെ അഞ്ജലിക്ക് കോൾ വരിക കേട്ടോ ചെയ്യുന്നത്. സൂര്യ വീഡിയോ കോളിൽ വരുന്നു. സൂര്യയോട് സംസാരിക്കാൻ കേട്ടോ, തൻ്റെ കല്യാണ കാര്യങ്ങളെല്ലാം സൂര്യ അഞ്ജലിയോട് പറയുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നാട്ടിലെത്തും, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം.
എൻ്റെ വീട്ടിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, തൻ്റെ വീട്ടിൽ താൻ സൂചിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല സൂര്യ എന്ന് പറയുന്നു. എന്തായാലും ഞാൻ വരട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം, നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയാട്ടാ ചെയ്യുന്നത്. അപ്പോഴത്തേനും അഞ്ജലിക്ക് ഭയങ്കര വിഷമമാവേണ്ട, സൂര്യ ഞാൻ ചതിക്കുകയാണോ എന്ന രീതിയിലൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. സൂര്യയോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയണം, അപ്പോൾ മാത്രമല്ല ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല എന്ന രീതിയിലും ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്, വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. ആ സമയത്തിൻ്റെ സ്നേഹ അവിടേക്ക് വന്നിറങ്ങുന്നതായിട്ട് കാണിക്കുന്നു കേട്ടോ. അഞ്ജലി ആണെങ്കിലോ സ്നേഹയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് സ്നേഹയെ മനസ്സിലാവുകയായിട്ട് ചെയ്യുന്നത്. അഞ്ജലി സ്നേഹയെ കാണുമ്പോൾ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിൽ കാണിക്കുന്നത്.